Hello, my dear students. In this video, we will discuss quantum mechanical tunneling. Only the qualitative idea will be discussed here. Quantum mechanical tunneling, it is a phenomenon observed in the domain of quantum mechanics. Quantum tunneling or tunneling refers to the quantum mechanical phenomenon where a particle tunnels through a barrier that it classically could not surmount. Now we will see what is the concept of tunneling. Classical mechanics അനുസരിച്ച് if we have particle, then this particle will not be able to cross a barrier if its energy is less than that of the barrier. However, the particle may surmount the barrier if its energy is greater than that of the barrier. ഇതാണ് ഒരു ക്ലാസിക്കൽ പിക്ചർ എന്ന് പറയുന്നത്. എന്നാൽ ക്വാണ്ടം മെക്കാനിക്സിൽ അങ്ങനെയല്ല. A quantum mechanical particle, say like electron, it has got a significant wave character. And due to this wave character, this particle is able to penetrate or tunnel through the potential barrier if its energy is even if less than that of the barrier height. അതായത് ആ പാർട്ടിക്കിളിൻ്റെ ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ഇഫ് ഇറ്റ്സ് എനർജി ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ ബാരിയർ, the particle can penetrate through the barrier. അതിനെക്കുറിച്ചൊരു ക്ലാസിക്കൽ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഒരു ക്ലാസിക്കൽ പിക്ചർ അനുസരിച്ച് ഒരു പാർട്ടിക്കിൾ ഒരിക്കലും ഒരു വേവ് ക്യാരക്ടർ ഇല്ല. പാർട്ടിക്കിൾ ഓൾവേസ് ബിഹേവ്സ് ആസ് എ പാർട്ടിക്കിൾ. ആൻഡ് ഇഫ് ദ എനർജി ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി പൊട്ടൻഷ്യൽ ബാരിയർ, then the particle cannot surmount the barrier. ഉദാഹരണത്തിന് ഈ പാർട്ടിക്കിൾ എനർജി ഇ ആണെന്നിരിക്കട്ടെ, ഈ ബാരിയറിൻ്റെ ഹൈറ്റ് യു ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിക്കിളിന് ഇതിനെ ക്രോസ് ചെയ്യണമെങ്കിൽ, ഈ പൊട്ടൻഷ്യൽ ബാരിയറിനെ ക്രോസ് ചെയ്യണമെങ്കിൽ, ദ കണ്ടീഷൻ ഈസ് ദാറ്റ് ഇ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ യു. അങ്ങനെയാണെങ്കിൽ ദിസ് പാർട്ടിക്കിൾ വിൽ സർമൗണ്ട് ദ ബാരിയർ. ഇഫ് ദ എനർജി ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് യു, അതായത് ഇതാണ് പിക്ചറെങ്കിൽ, വാട്ട് വിൽ ഹാപ്പൻ? The particle will go and hit the wall and it will bounce back or it will reflect back. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ക്ലാസിക്കൽ പിക്ചർ ഓഫ് ടണലിംഗ്. പക്ഷേ ഇവിടെ ടണലിംഗ് ഇല്ല. ഇപ്പൊ ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇതാണ്. ഇഫ് ദ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ഹൈറ്റ് ഓഫ് ദി പൊട്ടൻഷ്യൽ ബാരിയർ, then the particle will reflect back. That is, the particle will not be able to go to the other side of the barrier. പക്ഷേ ക്വാണ്ടം മെക്കാനിക്കലി ഇതല്ല പിക്ചർ. നമുക്കറിയാം ക്വാണ്ടം മെക്കാനിക്സ്, ദ വേൾഡ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ഈസ് എ വിയേർഡ് വൺ. We know that the quantum world is a weird world. നമ്മൾക്കറിയാവുന്ന ക്ലാസിക്കൽ ലോസ് ഒന്നും അവിടെ വാലിഡ് ആയിട്ട് കാണുന്നില്ല. ഇവിടെ ക്ലാസിക്കൽ പിക്ചർ നമ്മൾ ഒന്നുകൂടെ പറയുന്നു, ജസ്റ്റ് ഫോർ കമ്പാരിസൺ. നമുക്കൊരു പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ടായിരുന്നു. ആ പൊട്ടൻഷ്യൽ ബാരിയറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് യു ആണ്. നമുക്ക് പാർട്ടിക്കിൾ ഇവിടെ ഉണ്ട്, എം ഉണ്ട്. ഇഫ് ദ എനർജി ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ യു, then the particle will not be able to cross the barrier or surmount the barrier. So this is the classical picture. Now the quantum scenario is little bit different. ക്വാണ്ടം പിക്ചറിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇതേപോലെ ഒരു ബാരിയർ നമുക്കുണ്ട്. ബാരിയറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് സേ ഇറ്റ് ഈസ് യു. Here we are having a particle of mass m.
but this is a quantum particle, say like electrons. ഇതിന്റെ energy E, it is still less than U. Even if this energy is less than U, what we say is, since this particle behaves as a quantum particle, it has got a wave character. Now, when it reaches this barrier, it can cross the barrier in such a manner that its wave function will not die even after piercing or penetrating or tunneling through this barrier. അതായത് ഈ ബാരിയറിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ, ബാരിയറിന്റെ സെക്കൻഡ് റീജിയണിൽ, ഇതിനെ നമുക്ക് സെക്കൻഡ് റീജിയൻ എന്ന് വിളിക്കാം. ദിസ് ഈസ് എ സെക്കൻഡ് റീജിയൻ ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് റീജിയൻ. So the particle from the first region may penetrate through the barrier or it will tunnel through the barrier and it can reach the other side. എന്തുകൊണ്ടാണ് റീജിയൻ 2ൽ എത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഇവിടെ the amplitude function will not die to zero. It is still not equal to zero. ക്വാണ്ടം മെക്കാനിക്കലി നമ്മൾ ഒരു സിസ്റ്റത്തിന്റെ പ്രോബബിലിറ്റി എപ്പോഴും ഡിറ്റർമിൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ സ്ക്വയർ ഓഫ് ദ വേവ് ഫംഗ്ഷൻ. സിൻസ് psi is not equal to 0, psi squared will not be equal to 0, which implies that the probability of finding the particle in region 2 is never equal to 0. That means the particle can cross through the barrier and reach the other side. ഇതാണ് ഇവിടുത്തെ പിക്ചർ എന്ന് പറയുന്നത്. So here we have a quantum particle, say an electron. Being a quantum particle, it has got wave characteristics. So we have particle with appreciable wave character and a barrier, say it is having a height of U, that is a finite height, potential height, and let this A be the width of the barrier. Now, since the particle possesses wave character, what happens is that when it moves towards the barrier, its wavelength that interacts with the barrier also. അപ്പോൾ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഫംഗ്ഷൻ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നതായിട്ട് കാണാം, ഫോളോ ചെയ്ത് വരും. ഇനി if the wavelength of the particle is such that if it do not dies off to zero value, then it will cross the barrier. See, this is the case here. ഇവിടെ psi 0 ആവുന്നില്ല. ഇനി if the wavelength is still longer, then the picture would be like this. That is, as the wavelength increases, the probability of penetrating or probability of tunneling through the particle increases, and the psi on the other side of the particle, psi on the other side of the barrier, I mean in the region 2, is not equal to 0. The psi on this region 2 is not equal to 0, which means the psi squared is also not equal to 0, which again means that the probability is not equal to 0. That is, probability of finding the particle on region 2 is not equal to 0. The particle has now tunneled from region 1 to region 2. ഇതെങ്ങനെ സംഭവിച്ചു? Because of the appreciable wave character of the particle. ഇനി you consider the width of the barrier. If the barrier width is very high, then the particle has to traverse through the barrier through a longer distance, and therefore the amplitude function will die off
വെരി ഫാസ്റ്റ്. അതായത് ബാരിയറിൻ്റെ വിട്ട് കൂടിയാൽ ആംപ്ലിറ്റ്യൂഡ് ഫംഗ്ഷൻ എളുപ്പം ഡൈ ഓഫ് ആവും. അതുകൊണ്ട് ഓൺ അതർ സൈഡ് ദ സൈ വിൽ ബി ഈക്വൽ ടു 0. ഇനി ബാരിയർ ലെങ്ത് കുറവാണെങ്കിൽ, ബാരിയർ വിട്ട് കുറവാണെങ്കിൽ, then the particle has to traverse only a smaller distance and therefore psi is not equal to 0 on the other side. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് ഇതാണ്. ഒരു ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിള് ടണൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ വേവ് ലെന്ത് അധികമായിരിക്കണം, വേവ് ലെന്ത് കൂടുതലായിരിക്കണം. അതുപോലെ തന്നെ ബാരിയറിൻ്റെ വിഡ്ത്ത് കുറവായിരിക്കണം. ഈ 2 പോയിന്റ്സുമാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഇനി ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ ദാറ്റ് ഹാസ് ഗിവൺ ദ പ്രോബബിലിറ്റി ഓഫ് ദ ടണലിംഗ് ഓഫ് എ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ത്രൂ എ പൊട്ടൻഷ്യൽ ബാരിയർ. ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ട്. ആസ് യു ക്യാൻ സീ ഹിയർ ദർ ഇസ് എ പാർട്ടിക്കിൾ. ഈ പാർട്ടിക്കിൾ ഈ ബാരിയറിനകത്ത് കൂടി ടണൽ ചെയ്ത് ഇപ്പുറത്തേക്ക് വരും. അതിൻ്റെ പ്രോബബിലിറ്റിയാണ് ഈ ഇക്വേഷൻ കൊണ്ട് തരുന്നത്. ഇറ്റ് ഗീവ്സ് ദ പ്രോബബിലിറ്റി പി ഈസ് an exponential function. നോക്കൂ, അതിൻ്റെ അർത്ഥം എന്താണ്? While the particle is tunneling through the barrier, it decays in an exponential manner. ആംപ്ലിറ്റ്യൂഡ് ഫംഗ്ഷൻ ഡീകേ ചെയ്യുമെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. ആ ഡീകേ നടക്കുന്നത് ഒരു എക്സ്പൊണൻഷ്യൽ മാനറിലാണ്. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ ദ സൊല്യൂഷൻ ഓഫ് ദ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഓഫ് സച്ച് എ പാർട്ടിക്കിൾ which is penetrating through a potential barrier, and that is given by P is equal to exponential e raised to minus 4 pi a divided by h into square root of 2m of the difference between the energies of the barrier and the particle. ഈ ടേംസ് എന്തൊക്കെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കാൻ പറ്റുന്ന ഇതാണ്. എ എന്ന് പറയുന്നതാണ് തിക്നെസ് ഓഫ് ദ ബാരിയർ. യു ക്യാൻ സീ ദാറ്റ് ആസ് ദ എ ഇൻക്രീസസ് the probability decreases because it is exponential, that is e raised to minus some factor. Minus some factor means as the factor increases the probability decreases. ഇവിടെ as a increases the probability of tunneling decreases. അതുപോലെ തന്നെയാണ് m is the mass of the particle. As the mass of the particle increases, then also the probability of tunneling decreases. അടുത്ത നോക്കൂ, v minus e എന്ന് പറഞ്ഞാൽ it is the energy difference between the potential barrier and the energy of the particle. If this energy is too high, then also the probability of tunneling becomes very low. So this equation gives the probability of tunneling of a microscopic particle through a potential barrier. Now we will move on to the conclusions. For a quantum mechanical particle to appreciably tunnel through a barrier, the following conditions are to be satisfied. We have seen all these points that we will just conclude. The first point is that the mass of the particle must be low such that the particle has appreciable wave properties. This suggests that the quantum mechanical tunneling or the quantum tunneling is applicable only to microscopic particles like electrons, protons, etc., and it will not work for macroscopic particles. Next conclusion is that the potential energy of the barrier that should exceed the kinetic energy of the particle. However, this quantity should not be very large. Means the barrier height should be a finite height. Barrier should have a finite height. Third conclusion is that the thickness of the barrier should be very small. That also we have seen. This implies that the barrier should be very thin. So these are the 3 conclusions. Thank you.